കാര്യങ്ങൾ, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വിളവ് നൽകുന്നത് എന്നൊക്കെയാണ് നഖിദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം. അപ്പൊ ഇവിടെ നമുക്ക് പാഴ്ചെടികൾ എന്ന് പറയാം. വല്ലതി ഖബൂസ, ചീത്ത ഭൂമി, ലാ യഖ്റുജു, അത് മുളപ്പിക്കുകയില്ല, ഇല്ല നഖിദ, പാഴ്ചെടി അല്ലാതെ. കദാലിക നുസർരിഫുൽ ആയാത്ത്, കദാലിക് അപ്രകാരം, നുസർരിഫു നാം തിരിച്ചു മറിക്കുന്നു അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നു, ആവർത്തിച്ച് അവതരിപ്പിക്കുന്നു, അൽ ആയാത്ത് ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ സൂക്തങ്ങളെ അവതരിപ്പിക്കുന്നു, ലി ഖൗമിൻ ഒരു ജനതയ്ക്ക്, യഷ്കുറൂൻ ശുക്റുള്ള നന്ദി ചെയ്യുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ നാം ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചേർത്ത് പറയാണ്. വലിയ ആശയമുള്ള ഒരു സൂക്തമാണ് ശരിക്കും ഇത്. ഒന്നുകൂടി നമുക്ക് ആലോചിക്കാം. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. ബലദ് നാട് എന്നുള്ള അർത്ഥമാണ്. സാധാരണ ഭൂമിക്ക് എന്താ പറയാം? ഭൂമിക്ക് അർള് എന്ന വാക്കല്ലേ ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ട് ബലദ് എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു. ബലദ് നാട്, രാജ്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഒരു നിശ്ചിത ഭൂപ്രദേശം എന്ന ആശയത്തിലൊക്കെ ഉപയോഗിക്കും. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഭൂമി, ഇവിടെ ത്വയ്യിബ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലെ. നമ്മൾ നേരത്തെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഹലാലൻ ത്വയ്യിബൻ, ഓർക്കുന്നില്ലേ? ഹലാലൻ ത്വയ്യിബൻ, ഹലാല് അനുവദനീയം, ത്വയ്യിബ് വിശുദ്ധം വിശിഷ്ടം എന്നാണ് അർത്ഥം. ഈ ത്വയ്യിബിന്റെ എതിർവാക്കായിട്ട് ഹബീസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. മോശപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിന് അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ത്വയ്യിബ് എന്നത് ഇപ്പൊ നല്ല ഒരു മനുഷ്യൻ, നന്നായിട്ട് വസ്ത്രധാരണം നടത്തി നല്ല വാക്കുകളിൽ സംസാരിക്കുന്ന നല്ല സംസ്കാരമുള്ള ആളെ റജുലുൻ ത്വയ്യിബ് എന്ന് പറയും. അയാൾ നല്ല സ്വഭാവ ചര്യയുള്ള ആളാണ് എന്ന ആശയത്തിൽ പറയും. അതേപോലെ നല്ല രുചികരമായ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് എന്ത് പറയും? റിസ്ഖുൻ ത്വയ്യിബ് എന്ന് പറയും. എന്നാൽ ത്വയ്യിബിൽ രണ്ട് അവസ്ഥ അടങ്ങിയിട്ടുണ്ട്. ഒന്നെന്താണെന്നറിയോ? ധാർമ്മികമായ ശുദ്ധിയാണ്, മറ്റൊന്ന് പദാർത്ഥപരമായ ശുദ്ധിയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ശുദ്ധിയും വളരെ പ്രധാനമാണ് അല്ലെ. ധാർമ്മിക ശുദ്ധിയും പദാർത്ഥപരമായ ശുദ്ധിയും. ചിക്കൻ നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലെ, പദാർത്ഥപരമായിട്ട് തന്നെ ശുദ്ധി ഉള്ളതാണ്. പന്നിമാംസം കഴിക്കാൻ പാടില്ലാത്തതാണ് പദാർത്ഥപരമായിട്ട്. അതേ സമയത്ത് അത് ധാർമ്മികമായിട്ട് അനുവദനീയമാകുന്ന എപ്പോഴാണ്? ഇസ്ലാമിക നിയമം അനുസരിച്ച് അത് അറുക്കപ്പെടുമ്പോഴാണ് ചിക്കൻ, കോഴി നമുക്ക് ഹലാലായിട്ട് മാറുന്നത്, ധാർമ്മികമായിട്ട് അനുവദിക്കപ്പെടുന്നത് അല്ലെ. ഇങ്ങനെ രണ്ട് തരത്തിലും അനുവദനീയമാവണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വൽ ബലദു ത്വയ്യിബ് എന്ന് പറയുമ്പോൾ, നല്ല ഭൂമി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഫലഭൂയിഷ്ഠമായ ഭൂമി എന്നുള്ള ആശയത്തിലാണ്. അതിൻ്റെ പദാർത്ഥപരമായ ഗുണമേന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. യഖ്റുജു നബാതുഹു, അത് വിള നൽകുന്നു, ബിഇദ്നി റബ്ബിഹി, അതിൻ്റെ നാഥന്റെ അനുമതിയോടെ വിള നൽകുന്നു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഏത് വിളയാ ഉദ്ദേശിക്കുന്നത്? ഉത്തമമായ ഫലങ്ങളാണ്. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും അല്ലെ. അത് നല്ല മണ്ണില് നല്ല അനുയോജ്യമായ കാലാവസ്ഥയിൽ ആകുമ്പോഴോ അത് പിന്നെ തഴച്ചു വളർന്ന് ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂങ്കാവനം തന്നു എന്ന് പറയുന്ന പോലെ അല്ലെ, ഒരു പൂക്കാലം തന്നു എന്ന് പറയില്ലേ, എന്ന പോലെ സമൃദ്ധമായിട്ട് വളരുകയും വികസിക്കുകയും ചെയ്യും. ഇനി അതിന്റെ മറുവശം, വല്ലദി ഖബൂസ ലാ യഖ്റുജു ഇല്ലാ നക്കിദ. എന്നാൽ ദുഷിച്ച ഭൂമി, പാഴ്ഭൂമി എന്താ നൽകുക? പാഴ്ചെടികൾ മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് പ്രത്യക്ഷത്തില് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുകയാണ്. അതൊരു തരിശു ഭൂമിയിലാണെങ്കിൽ എത്ര വളം ചേർത്താലും കാര്യമായിട്ടൊന്നും കിട്ടണമെന്നില്ല. അതേ സമയത്ത് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. മലയോര മേഖലയിലൊക്കെയുള്ള നല്ല മണ്ണില്ലേ, അവിടെയാണെങ്കിൽ നന്നായിട്ട് ഫലം നൽകും. ഇത് ഒരു തത്വമാണ്, നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എന്തിനാ അള്ളാഹു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അള്ളാഹു തആല
വളരെ ബോധപൂർവം കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ മണ്ണ് പോലെ തന്നെ, ഭൂമി പോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സ്. പലതരം മനസ്സുകളാണ് അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്. ഈ സന്മാർഗവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ള സന്മാർഗ ദർശനവും എന്താണ് ജ്ഞാനവും മണ്ണിന് മഴ ലഭിക്കുന്നത് പോലെ തന്നെയാണ്. മണ്ണിന് ലഭിച്ച പെരുമഴ പോലെ തന്നെയാണ് അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ സന്മാർഗ ദർശനം, ആളുകൾക്ക് സത്യത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കലും അറിവും എന്ന് പറയുന്നത് മഴ പോലെ തന്നെയാണ് എന്ന് പറയുന്നത്. ആ വെള്ളം സ്വീകരിച്ചിട്ട് സമൃദ്ധമായി പുല്ലും ചെടികളും മുളപ്പിച്ച് പിന്നെ അങ്ങനെ നല്ല ഭൂമികൾ ഉണ്ടാകും, നല്ല ഫലം നൽകുന്ന ഭൂമികൾ ഉണ്ടാകും. അതേപോലെ ചില ഭൂമി എന്താ ചെയ്യുക, മഴ പെയ്യുമ്പോൾ ആ ഭൂമി ഉറച്ച ഭൂമിയായിരിക്കും, അപ്പൊ അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് അതൊരു ജലാശയമായിട്ട് മാറുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. പക്ഷെ മറ്റു ചില ഭൂമികളുണ്ട്, അത് വെറും ചേമ്പിലയിൽ വെള്ളം വീണ മാതിരി ഒഴുകി അങ്ങ് പോവുകയാണ്. അതൊട്ടും ആ വെള്ളത്തെ ആഗിരണം ചെയ്യുന്നില്ല, തനിക്ക് വേണ്ടിയിട്ട് ഭൂമിക്കടിയിൽ സംഭരിച്ചു വെക്കുന്നില്ല, അതൊന്നിച്ച് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ഇതേ ഉപമ തന്നെ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ മനസ്സ്, നമ്മെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അൽഹംദുലില്ലാ, റമദാനിൽ ഒരുപാട് പുണ്യം നേടി, ജീവിത വിശുദ്ധി വരുത്തി, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് പോലെയായി നമ്മൾ അല്ലെ. ഒരുപാട് നന്മകൾ ചെയ്തു, ഒരുപാട് നമസ്കരിച്ചു, ദിക്റുകൾ ചെയ്തു, ദുആ ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു, രാത്രിവേളകളിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവോട് തൗബ ചെയ്തു. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് നന്മകൾ ഏറ്റുവാങ്ങി ഫലഭൂയിഷ്ടമായ മണ്ണ് വിള നൽകുന്ന പോലെ നല്ല നല്ല വിളകളായിട്ട് നമ്മുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ മാറിക്കഴിഞ്ഞു അല്ലേ. അതേ സമയത്ത് ഇതേ റമദാൻ കിട്ടിയ ആളുകൾ നമുക്കിടയിൽ വേറെയുമുണ്ട്. ഇങ്ങനെ ഒരു മാറ്റത്തിന് സന്നദ്ധമാകാത്തവരുണ്ടാവും. ചിലപ്പോൾ നോമ്പെടുത്തവർ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സന്നദ്ധമാകാതെ പോയവര്, അതേപോലെ നോമ്പെടുക്കാതിരുന്നവര്, ഒരുപക്ഷെ അതിനെ തള്ളിപ്പറയുന്നവര്. ശരിക്കും റമദാൻ ഒരു മഴക്കാലം പോലെയാണ് അല്ലെ. ഒരുപാട് നന്മകൾ ഒന്നിച്ചു പെയ്തിറങ്ങായിരുന്നു. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചുള്ള നഷ്ടബോധമാണ്. അത് കൈവിട്ടു പോയല്ലോ, റമദാൻ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ. പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റൊരു റമദാനിന്. ഇതൊരു മാനസികാവസ്ഥയാണ്. അതേ സമയത്ത് റമദാനിൽ തന്നെ തിന്നും കുടിച്ചും റമദാനിനെ ആദരിക്കാതെ ജീവിച്ച ആൾക്കാരുണ്ടാവും, അതിനെ തള്ളിപ്പറഞ്ഞവരുണ്ടാവും. അപ്പൊ അവരെന്താണ്, അവർ തരിശു ഭൂമി പോലെയാണ്. ഒരു നന്മയും അവർ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പാഴ്ചെടികളായിട്ട് മാറിപ്പോവാണ് അവർ. അതേസമയം മറുവശം അങ്ങനെയല്ല, ഒരുപാട് നന്മകൾ ഉള്ളവരായിട്ട് മാറുന്നു. എന്ത് രസമല്ലേ ഖുർആനില് അള്ളാഹു താല ഉപമകൾ പറയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് ഖുർആന്റെ ശൈലി. ഇപ്പൊ കഴിഞ്ഞ ആയത്ത് തന്നെ മഴ പെയ്തതിനെ കുറിച്ച് പഠിച്ചല്ലോ. ഫഅഖ്റജ്ന ബിഹി മിൻ കുല്ലി സമറാത്ത്, സകലവിധ കായ്കനികളും ഈ മഴ മുഖേന നാം ഉൽപ്പാദിപ്പിച്ചു. അത് വലിയ നന്മയാണ്, അനുഗ്രഹമാണ് പറഞ്ഞു. അതോട് ചേർത്തൊരു കാര്യം പറഞ്ഞ് ഓർക്കുന്നില്ലേ, കദാലിക നുഖ്രിജുൽ മൗത, ഇതേപോലെയാണ് മരിച്ചവരെ നാം എഴുന്നേൽപ്പിക്കുന്നത്. അല്ലാഹു തആല ആ ചാൻസില് പരലോകത്തോട് ഈ മഴയെ കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ സന്മാർഗം ലഭിക്കുന്നതിനെ കുറിച്ച് മഴയോട് ചേർത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ മഴയോട് ചേർത്ത് പറയുന്നുണ്ട്. മനുഷ്യൻ നന്നാവുക, ജീവിത ശുദ്ധി വരുത്തുക എന്നതിനെ മഴയോട് ചേർത്ത് പറയുന്നുണ്ട്. ഖുർആന്റെ ഒരു പ്രത്യേകതയാണത്. കുറെ നിയമങ്ങൾ പറഞ്ഞു പോവുക എന്നതിനപ്പുറത്ത് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഉപമകൾ പറയുക എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിലെ സവിശേഷമായ ഒരു ശൈലിയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് പറയുന്നുണ്ടോ, കദാലിക നുസർരിഫുൽ ആയാത്ത്, ഇപ്രകാരം നാം സൂക്തങ്ങൾ മാറ്റിമറിച്ച് അവതരിപ്പിക്കുന്നു ലിഖൗമി യഷ്കുറൂൻ, നന്ദിയുള്ള ജനത്തിന് വേണ്ടിയാണ്. പല ശൈലിയിൽ സംസാരിക്കാൻ. നമ്മൾ മക്കളോട് അങ്ങനെയല്ലേ പറയാം. മക്കള് നന്നാവാൻ വേണ്ടി അവർ പരീക്ഷയിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ. ചിലപ്പോൾ സ്നേഹത്തോടെ,
ചേർത്ത് പിടിക്കും, ചിലപ്പോൾ കഥ പറയും, ചരിത്രം പറയും, ചിലപ്പോൾ നമ്മൾ ഭയപ്പെടുത്തും, ചിലപ്പോൾ തല്ലാൻ വേണ്ടി ശ്രമിക്കും, ഇങ്ങനെ തുടങ്ങി ചിലപ്പോൾ പിണങ്ങി നിൽക്കും. പല ശൈലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ഇതേപോലെ പല ശൈലികൾ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. നന്ദിയുള്ളവർക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ട്. നന്ദിയുള്ളവരിലാണ് ഇത്തരം വചനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആയത്ത് ശരിക്കും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ആമുഖം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി 59 മുതൽ ഏതാണ്ട് 93 സൂക്തം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയാൻ പോവാണ്. നൂഹ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, ഇങ്ങനെ 6 പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ കടന്നു പോകും. ഈ പ്രവാചകന്മാരൊക്കെയും വിശുദ്ധമായ ആദർശവുമായിട്ട് ഇസ്ലാം എന്ന മനുഷ്യൻ ഇഹത്തിലും പരത്തിലും നന്മ നൽകുന്ന ആദർശവുമായിട്ട് വന്നവരാണ്. പക്ഷെ ആ സമൂഹം എന്താ ചെയ്തത്? ഈ വിശുദ്ധമായ ആദർശമാകുന്ന മഴ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ ചിലരത് സ്വീകരിച്ചു, എന്നാൽ ചിലർ അതിനെ നിഷേധിച്ചു, ചിലരതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു, അതിനെ തള്ളിപ്പറഞ്ഞു, അതിനെതിരിൽ പ്രവർത്തിച്ചു. ഇങ്ങനെ പല അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളാണ് ഇനി 59 മുതൽ വിശദീകരിക്കുന്നത്. അപ്പൊ ശരിക്കും പ്രവാചകന്മാർ വന്ന് സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് ഒരു അനുഗ്രഹ വർഷമാണ്, അല്ലേ? ശരിക്കും നല്ല ഒരു മഴയാണ്. ഇപ്പൊ നമ്മൾ വേനൽ മഴ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. വരണ്ടുപോയ ഭൂമിയിൽ ഇങ്ങനെ വേനൽ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് സസ്യങ്ങൾ കിളിർത്തു വരുന്നു. ഉണങ്ങാറായിരുന്ന മരങ്ങൾ, ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ നിസ്സഹായമായി നിന്ന മരങ്ങൾ പെട്ടെന്ന് അതില് നല്ല തളിരിലകൾ വരുന്നത് കാണുന്നുണ്ട്. കാരണം ഈ മരങ്ങളും ചെടികളൊക്കെ ഈ മഴയെ അങ്ങനെ തന്നെ ഏറ്റുവാങ്ങിയവരാണ്. അതേസമയം അങ്ങനെ അല്ലാത്ത ചെടികളോ അത് ഉണങ്ങി വരണ്ട് നശിച്ചു പോകും. ഇതേ അവസ്ഥയാണ് പ്രവാചകന്മാർ വന്നിട്ട് സത്യത്തിലേക്ക് വിളിച്ചപ്പോൾ ചിലര് പെട്ടെന്ന് അത് സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി. എന്നാൽ വേറെ ചിലരെന്താ ചെയ്തത്? അവരിതിനെ സ്വീകരിക്കാൻ തന്നെ സന്നദ്ധമാകാതെ തള്ളിപ്പറഞ്ഞ് പിറകോട്ട് പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യമായിട്ട് ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് നൂഹ് അലൈഹിസ്സലാമിൽ നിന്നാണ്. നമുക്ക് ഒരായത്ത് ഓതിയിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ് يا قوم اعبدوا الله ما لكم من إله غيره إني أخاف عليكم عذاب يوم عظيم. നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് മൊത്തത്തിൽ പ്രവാചകന്മാരെ പരാമർശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അതിൽ ഒന്ന്, മനുഷ്യന്മാരാണ് പ്രവാചകന്മാരാകുക, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നു. അപ്പോൾ മനുഷ്യനായ പ്രവാചകൻ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, എന്തുകൊണ്ട് മലക്ക് വന്നില്ല? അപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ചു പോകുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, മനുഷ്യനാണ് പ്രവാചകന്മാർ. ഇപ്പൊ നിങ്ങളിൽ വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അതിനാൽ മനുഷ്യർ മാത്രമാണ് ഭൂമിയിൽ പ്രവാചകന്മാരായിട്ട് വരിക. എങ്കിലല്ലേ നിങ്ങൾക്ക് അവരെ അനുസരിക്കാനും അനുകരിക്കാനും അവര് ചെയ്ത് കാണിക്കുന്നത് പോലെ ചെയ്ത് ജീവിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അത് അറബികളായ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ആദരിക്കുന്ന നൂഹ്, ഷുഐബ്, സാലിഹ് തുടങ്ങിയ മഹത്തുക്കളായ പ്രവാചകന്മാർ അവരൊക്കെയും മനുഷ്യരാണ്. അവരെല്ലാം നിയോഗിച്ചത് അള്ളാഹുവാണ്. അതേ വഴിയിൽ തന്നെയാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? മുൻ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത
അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രബോധനം ചെയ്യുന്നത്. അപ്പൊ അവര് പ്രബോധനം ചെയ്ത ശൈലിയും അവര് മുന്നോട്ട് വെച്ച സന്ദേശങ്ങളും ഈ ആയത്തുകളിൽ അള്ളാഹു പറയും. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. അല്ലാതെ ഒരു പുത്തൻ മതവുമായിട്ട് വന്ന പുത്തൻ പ്രവാചകനല്ല ഈ പ്രവാചകൻ എന്ന് ബോധ്യപ്പെടുത്തലാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശം എന്താണ്? പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ, അത്തരം സമൂഹങ്ങൾ, അവർക്ക് വമ്പിച്ച വിപത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്കും ഈ ഗതി വരാനിടയുണ്ട് എന്നുള്ള താക്കീതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കും. നാലാമത്തെ ഉദ്ദേശം, പ്രവാചകന്മാർ വിശ്വസിച്ച അനുയായികളുണ്ടല്ലോ, ആ അനുയായികളെ ആശ്വസിപ്പിക്കലാണ്. നിങ്ങളുടെ പ്രവാചകനെ ഇപ്പോൾ ആളുകൾ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അതിൽ സങ്കടപ്പെടാനൊന്നുമില്ല, മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് മറ്റൊരു ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാണ്. നമുക്ക് ആയത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. ലഖദ് അർസൽന നൂഹൻ, ലഖദ് തീർച്ചയായും, അർസൽന നാം അയച്ചിട്ടുണ്ട്, നൂഹൻ നൂഹ് അലൈഹിസ്സലാമിനെ, ഇല ഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചിട്ടുണ്ട്. ഫഖാല അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, അബദ യഅ്ബുദു ഇബാദത്ത് ചെയ്തു, ഉഅ്ബുദു നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ, അല്ലാഹ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈർ, മിൻ ഇലാഹിൻ ഒരു ഇലാഹും നിങ്ങൾക്ക് ഇല്ല, ഗൈറുഹു അവനെ കൂടാതെ, അള്ളാഹുവെ കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുമില്ല. ഇന്നി അഖാഫു നിശ്ചയം, ഖാഫ ഭയന്നു, യഖാഫു ഭയക്കുന്നു, അഖാഫു ഞാൻ ഭയക്കുന്നു, അലൈക്കും നിങ്ങൾക്കുമേൽ, അദാബ് ശിക്ഷയെ ഭയക്കുന്നു, യൗമിൻ ഒരു ദിനത്തിലെ, അലീം ഗുരുതരമായ ഒരു ദിനത്തിലെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നു. ഇവിടെ നൂഹ് അലൈഹിസ്സലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു അല്ലെ. അള്ളാഹു പറയാണ് ആദ്യം, നിശ്ചയം നാം നൂഹിനെ അയച്ചിരിക്കുന്നു പ്രവാചകനായിട്ട്. അവിടെ പ്രവാചകനായി അയച്ചു എന്നിവിടെ വാക്ക് അർസല എന്ന വാക്കിൽ അതുണ്ട്. അർസല അയച്ചു എന്നാണ് അർത്ഥം. റസൂൽ ദൂതൻ എന്നാണ്, റിസാലത്ത് സന്ദേശം എന്നാണ്. ഇതൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ലഖദ് അർസൽന നൂഹൻ എന്ന് പറയുമ്പോൾ തന്നെ നാം നൂഹിനെ അയച്ചു എന്ന് മാത്രമല്ല, ദൈവദൂതനായി അയച്ചു എന്ന് തന്നെ വരുന്നുണ്ട് അല്ലെ. അവിടെ ലഖദ് എന്ന് പറയാൻ എന്താ കാരണം? തീർച്ചയായും. പിന്നീട് വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ ലഖദ് ഉപയോഗിക്കുന്നില്ല. വ ഇല ആദിൻ അഖാഹും ഹൂദ വ ഇല സമൂദ അഖാഹും സാലിഹ, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ ലഖദ് പറഞ്ഞത് തീർച്ചയായും എന്ന് പറഞ്ഞത് എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. തീർച്ചയായും മനുഷ്യന്മാരായിരുന്നു പ്രവാചകന്മാർ, തീർച്ചയായും പൂർവ്വ സമൂഹങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നത് അള്ളാഹുവാണ് അല്ലെ. ലഖദ് അർസൽന നൂഹൻ, നിശ്ചയം നാം നൂഹ് അലൈഹി ഇസ്ലാമിനെ അയച്ചു, ഇല ഖൗമിഹി തൻ്റെ ജനതയിലേക്ക്. വേറെ ഏതോ നാട്ടിലല്ല, നൂഹ് അലൈഹി ഇസ്ലാം ജനിച്ചു വളർന്നിട്ടുള്ള അതേ സമൂഹത്തിലേക്കാണ് അയച്ചത് എന്ന് മനസ്സിലാവും. ഫഖാല എന്നിട്ട് നൂഹ് അലൈഹി ഇസ്ലാം പറയാണ്, യാ ഖൗമി എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എൻ്റെ സമൂഹമേ എന്ന് വിളിക്കുമ്പോൾ അവർ വിശ്വാസികളായിരുന്നോ? അല്ല. വിശ്വാസികളായ എൻ്റെ സമൂഹമേ എന്നല്ല ഇവിടെ വിളിക്കുന്നത്. എൻ്റെ നാട്ടുകാരായ, എൻ്റെ സഹവാസികളായ, എൻ്റെ അയൽവാസികളായ, എന്നോടൊപ്പം കളിച്ച് നടന്നിട്ടുള്ള, എന്നോടൊപ്പം സ്കൂളിൽ പോയിട്ടുള്ള, എന്നോടൊപ്പം ജോലി ചെയ്യുന്നു എന്നൊക്കെ അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. അഥവാ നാട്ടുകാര് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു സമൂഹം എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതേസമയത്ത് ഈ സമൂഹം നൂഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവരായി മാറുമ്പോൾ അവരെ എന്താ വിളിക്കാം? അപ്പൊ അവരെ ഉമ്മത്ത് എന്ന് വിളിക്കും. അവര് ഒരു നേതൃത്വമുള്ള, ഒരു ആദർശമുള്ള,
കൃത്യമായ അജണ്ടയുള്ള കാര്യപരിപാടിയുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത, അല്ലേ? അപ്പൊ ഇവിടെ എൻ്റെ സമൂഹമേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടും. ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരെ അങ്ങനെ വിളിക്കാം നമുക്ക്, അല്ലെ? ഇന്ത്യക്കാരായ എൻ്റെ സമൂഹമേ. അപ്പൊ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, തമ്മിൽ കലഹിക്കുന്നവരുണ്ട്. എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് എൻ്റെ സമൂഹമേ. അങ്ങനെ വിളിക്കണം എന്നുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ആളുകളെ പലതരത്തിൽ വേർതിരിച്ചിട്ട് ഇവര് ശത്രുക്കളാണ്, മറ്റൊരു മിത്രങ്ങളാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് കൂടുതൽ സംസാരിക്കുക. ചില ഘട്ടങ്ങളിൽ സത്യം വിളിച്ചു പറയുമ്പോൾ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടിയും വരാം. പക്ഷെ ഒരു പ്രബോധകൻ സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളണം. അതാണ് യാ ഖൗമി, എൻ്റെ സമൂഹമേ എന്ന വിളിയിലുള്ളത്. ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്നിട്ട് ചേർത്ത് പറയാണ് ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ. എന്താണ് ഈ അടിസ്ഥാന സന്ദേശമാണ് പറയുന്നത്, ഇബാദത്ത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഖുറാനിലെ ആദ്യത്തെ വിളിയുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുവിൻ. അള്ളാഹുവിനുള്ള ഇബാദത്താണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതാണ് ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ എന്ന് പറഞ്ഞത്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ ആരാധന മാത്രമല്ല, വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ എല്ലാ ഇടപാടുകളും അതിൽ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഉഅ്ബുദുല്ലാഹ്. എന്നിട്ട് മറുവശം പറയാണ്, മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരു ദൈവവും, ഗൈറുഹു, ആ അള്ളാഹു അല്ലാത്ത വേറെ ഒരു ദൈവവുമില്ല. തൗഹീദ് വ്യക്തമാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പോലെ ആ ഒരു ആശയം മറ്റൊരു ശൈലിയിൽ പറയാണ്, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനെ കൂടാതെ മറ്റൊരു ഇലാഹ്, മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല എന്ന് പറയണം. എന്നിട്ട് എന്താ പറയുന്നത്, ഇന്നി അഖാഫു അലൈക്കും, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട്, അദാബ യൗമിൻ അലീം, അതിഗുരുതരമായ ഒരു ദിനത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയണം. എന്താ ഉദ്ദേശം? പരലോകമാണ്, പരലോക ശിക്ഷയെ കുറിച്ചാണ്. അപ്പൊ ഈ ആയത്തില്, ഈ കുഞ്ഞു ആയത്തിൽ 2 വരികൾ മാത്രമുള്ള ഈ ആയത്തില് നൂഹ് അലൈഹി ഇസ്ലാം എന്തൊക്കെ ആശയങ്ങളാണ് പറയുന്നത്? എല്ലാം പറഞ്ഞു. പറയാനുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും, അല്ലെ? ഒന്ന് എന്താണ്? ഞാൻ ദൈവദൂതനാണ് എന്ന് പറഞ്ഞല്ലോ. അർസൽന, അള്ളാഹു പറഞ്ഞു, ലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് അലൈഹി ഇസ്ലാമിനെ തൻ്റെ ജനതയിലേക്ക് നാം അയച്ചു എന്ന് പറയുമ്പോൾ റിസാലത്ത്, പ്രവാചകത്വം എന്ന സംഗതി അവിടെ വന്നു, അല്ലെ? പിന്നെ യാ ഖൗമി അഅ്ബുദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, മറ്റൊരു ദൈവവും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ തൗഹീദാണ്, ഏകദൈവത്വമാണ് പറഞ്ഞത്. മൂന്നാമത് പറയുന്നത് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം എന്നാണ്. വരാനിരിക്കുന്ന ഗുരുതരമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, അത് നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ പരലോകമായി. 3 അടിസ്ഥാനങ്ങളാണല്ലോ ഇസ്ലാം നമ്മൾ പറയുമ്പോൾ, ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. 1 ഏകദൈവത്വം, തൗഹീദ്. 2 റിസാല അഥവാ പ്രവാചകത്വം. 3-മത്തേത് പരലോകം, ആഖിറ. ഈ 3 ആശയങ്ങളും നൂഹ് അലൈഹി ഇസ്ലാം ഈ ചെറിയ വാചകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൂഹ് അലൈഹി ഇസ്ലാം ഈ 3ഉം ഒറ്റയടിക്കങ്ങ് പറഞ്ഞു നിർത്തി എന്നുള്ളതല്ല, മറിച്ച് 950 വർഷക്കാലം പ്രവാചകത്വം ലഭിച്ച മഹാപ്രവാചകനാണ് നൂഹ് അലൈഹി ഇസ്ലാം. ഈ കാലം അത്രയും ഈ വിഷയങ്ങൾ മാറി മറിഞ്ഞ് നിരന്തരമായിട്ട് സമൂഹത്തിൽ നൂഹ് അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ഇതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്. ഇന്ന് പ്രവാചകന്മാരില്ല, അല്ലെ? ഇസ്ലാമിൻ്റെ വക്താക്കൾ ഞാനും നിങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ ഇതേപോലെ സമർപ്പിക്കുവാൻ ബാധ്യതയുള്ളവരാണ് എന്ന ബോധ്യം നമുക്ക് നന്നായി ഉണ്ടാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള ആയത്തുകൾ പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രബോധന ജീവിതവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. കഴിയുമെങ്കിൽ തഫ്സീറുകൾ വായിക്കുക. അപ്പോൾ കുറെ കൂടി നമുക്കൊരു വെളിച്ചം ലഭിക്കും ഇൻഷാ അല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, റമദാനിന് ശേഷം ഞങ്ങൾ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഇടപാടുകളും നിലപാടുകളും അനക്കങ്ങളും അടക്കങ്ങളുമെല്ലാം പൂർണ്ണമായും നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി നിലനിർത്തി തരണേ റബ്ബെ. നേടിയെടുത്ത നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് നൽകണേ നാഥ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ സഹോദരി സഹോദരങ്ങൾക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. എറണാകുളം പച്ചാളത്ത് കൊച്ചാമി ഇത്ത എന്നൊരു സഹോദരി കഴിഞ്ഞ ദിവസം അള്ളാഹുലേക്ക് യാത്രയായി. ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ്. അള്ളാഹുവെ, ആ സഹോദരിക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. മുസ്ലിം ഉമ്മ നമ്മുടെ നാട്ടിൽ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവാൻ നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യും വിധത്തിൽ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് വഖഫ് അധീനപ്പെടുത്താൻ, കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പൊ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ജനാധിപത്യ ശൈലിയിൽ ഈ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവെ, ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ അതിജീവനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഗസയിലെ സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹുവെ, അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരോട് കരുണ കാട്ടണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.